കേരളത്തിൽ പാലുൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ട 20 ഗ്രാമപഞ്ചായത്തുകളിൽ ക്ഷീരവികസന വകുപ്പ് 2022-23 വർഷം ക്ഷീരഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നു. ഒരു പഞ്ചായത്തിന് 50 ലക്ഷം രൂപയാണ് ധനസഹായമായി അനുവദിക്കുന്നത്. ഇത്തിക്കര ബ്ലോക്കിൽ കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിനെ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അതിയായ സന്തോഷമുണ്ട്. ചാത്തന്നൂർ ക്ഷീരവികസന യൂണിറ്റാണ് പദ്ധതി നിർവഹണം നടത്തുന്നത്. 2 പശുക്കളെ വാങ്ങുന്ന 32 യൂണിറ്റുകളും 5 പശുക്കളെ വാങ്ങുന്ന 4 യൂണിറ്റും, ഡയറി ഫാമുകളുടെ ആധുനികവൽക്കരണത്തിന് 51 യൂണിറ്റുകളും, കറവയന്ത്രം വാങ്ങുന്ന 11 യൂണിറ്റുകളും 420 കിലോഗ്രാം മിനറൽ മിക്സ്ചർ വിതരണവുമാണ് പദ്ധതി വഴി നടപ്പിലാക്കുന്നത്. പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കിയ ശേഷമായിരിക്കും ആനുകൂല്യം വിതരണം ചെയ്യുക. കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിലെ ആവശ്യക്കാരായ ക്ഷീര കർഷകർക്ക് ക്ഷീരശ്രീ പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന ക്ഷീരകർഷകർ പദ്ധതി പൂർത്തിയാക്കി ഓൺലൈനായി വൗച്ചറുകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് സബ്സിഡി അനുവദിക്കുന്നതാണ്. ക്ഷീരശ്രീ പോർട്ടൽ വഴി പൂർണ്ണമായും ഓൺലൈനായി നടപ്പിലാക്കുന്നതിനാൽ ക്ഷീരകർഷകരുടെ വിലപ്പെട്ട സമയം സേവ് ചെയ്യാൻ സാധിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പദ്ധതി പ്രകാരം 84 കറവ പശുക്കളെ വാങ്ങുന്നതിനും അതുവഴി കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിൽ പ്രതിദിന പാലുൽപാദനം 840 ലിറ്റർ വർദ്ധിപ്പിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതി വിശദീകരിക്കുന്നതിനും കർഷകരിൽ അവബോധം ഉണ്ടാക്കുന്നതിനുമായി 2 കർഷക സമ്പർക്ക പരിപാടികളും 1 ഗുണനിയന്ത്രണ ബോധവൽക്കരണ പരിപാടിയും കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിലെ ക്ഷീരസംഘങ്ങൾ വഴി നടപ്പിലാക്കിയിട്ടുണ്ട്. രണ്ടായിരത്തി 22-23 സാമ്പത്തിക വർഷം ക്ഷീരഗ്രാമം പദ്ധതി പ്രകാരം എനിക്ക് 5 പശു യൂണിറ്റ് ലഭിക്കുകയുണ്ടായി. ഞാൻ അതിനെ നല്ല രീതിയിൽ പരിപാലിച്ചു വരുന്നു. ക്ഷീരവികസന വകുപ്പിൻ്റെ ക്ഷീരഗ്രാമ പദ്ധതി പ്രകാരം 22-23 2 പശു യൂണിറ്റ് ലഭിക്കുകയുണ്ടായി. ക്ഷീരവികസന വകുപ്പിൻ്റെ സാമ്പത്തിക ധനസഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2022-23 വർഷം എനിക്ക് 2 പശു യൂണിറ്റ് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ തന്നെ 2 പശുവിനെ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു, രജിസ്റ്റർ ചെയ്തു. ബാക്കി നടപടിക്രമങ്ങളെല്ലാം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിന് ശേഷം എനിക്ക് 46,500 രൂപ ധനസഹായമായി സബ്സിഡി ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പശുക്കളെ വളർത്തിക്കൊണ്ടു പോകുന്നതിന് കഴിയുന്നുണ്ട്. ക്ഷീരവികസന വകുപ്പിൽ നിന്ന് 2022-23 പദ്ധതി പ്രകാരം 46,500 രൂപ എനിക്ക് സബ്സിഡി കിട്ടി. ആ പശുക്കളെ ഞാൻ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. ക്ഷീരവികസന വകുപ്പിൻ്റെ 2022-23 വർഷത്തെ ക്ഷീരഗ്രാമം പദ്ധതി പ്രകാരം 2 പശുക്കളെ വാങ്ങാൻ 46,500 രൂപ ധനസഹായം ലഭിച്ചു. എൻ്റെ പേര് ആനന്ദകുറുപ്പ്, കുളത്തൂർക്കോണം, കരക്കര പോസ്റ്റ്. 2022-23 ക്ഷീരഗ്രാമം പദ്ധതി പ്രകാരം എനിക്ക് 2 പശുവിൻ്റെ അടങ്ങുന്ന ഒരു യൂണിറ്റ് എനിക്ക് അനുവദിച്ചു. അതിൻ്റെ സബ്സിഡി ഇനത്തിൽ 46,500 രൂപ എനിക്ക് അനുവദിച്ച് 2022-23 വർഷത്തെ ക്ഷീരവികസന വകുപ്പിൽ നിന്ന് 46,500 രൂപ ധനസഹായം ലഭിച്ചു. ആ പശുക്കളെ ഞാൻ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. കിട്ടുകയും ചെയ്തു.
എൻ്റെ പേര് ദീപ്തി എസ്.എൽ. സൗകര്യ സെലക്ഷൻ പാരിപ്പള്ളി. ക്ഷീരഗ്രാമ പദ്ധതി പ്രകാരം ക്ഷീരോത്സന ബോർഡിൽ നിന്ന് 2 പശുവിന് 46,500 രൂപയ്ക്ക് കിട്ടിയത്. എൻ്റെ പേര് ജലജാമണി അമ്മ, മുടക്കള വീട്, കുളത്തൂക്കോണം, പുത്തങ്കളം ബീവ്. 2022-23 2 പശുക്കളെ അനുവദിച്ചു തന്നു. എൻ്റെ പേര് മോഹനൻ, MJ മന്ദിരം, മീനമ്പലം കോലയിൽ ബ്ലോക്കിൽ നിന്ന് 2022-23 കാലഘട്ടത്തിൽ എനിക്ക് 2 പശുവിന് ക്ഷീരസംഘം വഴി എനിക്ക് ലോൺ കിട്ടി. എൻ്റെ പേര് പ്രസാദ്, ചരുവളപ്പത്തും വീട്, ഇല്ലൂർക്കോണം കാട്ടുപുറം. 2022-23 ക്ഷീരവികസന പദ്ധതിയിൽ എനിക്ക് 2 പശുവിന് കിട്ടി. അതാണ്. പേര് രാജീവൻ, വീട്ടുപേര് രാജീവം, പാമ്പുറം, പാരിപ്പള്ളിയിൽ കല്ലുവാതുക്കൽ പഞ്ചായത്ത്. എനിക്ക് 2022-23 ക്ഷീരവികസന ഫണ്ടിൽ നിന്ന് 2 പശുക്കളെ കിട്ടി. അതിൻ്റെ 46,500 രൂപ സബ്സിഡിയായിട്ട് കിട്ടിയത്. എനിക്ക് 2022-23 ക്ഷീരവികസന വകുപ്പിൽ നിന്ന് 2 പശുക്കളെ കിട്ടി. അതിൻ്റെ തുകയായിട്ട് 46,500 രൂപ ലഭിച്ച് പശുവിനെ നല്ല രീതിയിൽ തന്നെ ഞാൻ നോക്കി ഇപ്പോഴും കൊണ്ടുപോകുന്നു. എൻ്റെ പേര് ഉഷ ഗോപാലൻ, വന്ദനം, മീനമ്പലം. എനിക്ക് 2022-23 ക്ഷീരഗ്രാമം പദ്ധതി പ്രകാരം 2 പശുക്കളെ ലഭിക്കുകയുണ്ടായി. അത് നല്ല ഒരു പദ്ധതിയായിരുന്നു. ഞാനിപ്പോഴും ആ പശുക്കളെ നിലനിർത്തി പോകുന്നുണ്ട്. എനിക്ക് അതുകൊണ്ട് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്. ക്ഷീര വികസന വകുപ്പിൽ നിന്നും 2022-23 കാലഘട്ടത്തിൽ എനിക്ക് 50,000 രൂപ ധനസഹായം കിട്ടി. എൻ്റെ പേര് ജോർജ് കുട്ടി, KG സാധനം, വിലകൊടുക്കണം. ഞാൻ പശുവിനെ വളർത്തിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ എനിക്ക് 50,000 രൂപ കാലിത്തൊഴുത്ത് നിർമ്മാണത്തിനുള്ള ധനസഹായമായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോഴും പശുവിനെ വളർത്തിയാണ് ജീവിക്കുന്നത്. എനിക്കിപ്പോൾ 70 വയസ്സോളം ആയിട്ടുണ്ട്. എൻ്റെ പേര് തങ്കമണിയമ്മ ലക്ഷ്മി ഭവൻ, ഇളംകുളം കല്ലുവാതുക്കൽ. 2022-23 ക്ഷീരഗ്രാമ പദ്ധതിയിൽ നിന്ന് എനിക്ക് 50,000 രൂപ ധനസഹായം ലഭിച്ചു.
എൻ്റെ പേര് തങ്കമണി. ചരിത്രപുത്തൻ വീട്. കാലിത്തൊഴുത്ത് നിർമ്മാണത്തിന് ക്ഷീരവികസന ഓഫീസിൽ നിന്ന് 50,000 രൂപ അനുവദിച്ചു. വിക്രമൻ, ചാവരൂന്നിൽ വീട്, കൂവത്തൂർ വേളമാനൂർ തിക്കര ബ്ലോക്കിൽ നിന്ന് കാലിത്തൊഴുത്ത് നിർമ്മാണത്തിന് 50,000 രൂപ ലഭിച്ചു. ഗീതാകുമാരി അമ്മ, ശ്രീമംഗലത്ത് വീട്, വേളമാനൂർ PO. 2022-23 ക്ഷീരഗ്രാമം പദ്ധതി പ്രകാരം എനിക്ക് 25,000 രൂപ ധനസഹായം കിട്ടി. എൻ്റെ പേര് രാജേന്ദ്രൻ പിള്ള, വിഷ്ണു ഗാർഡൻ, വേളമാനൂർ PO. ഞാൻ 2022-23 25,000 രൂപ ധനസഹായം മേടിച്ചു. മെയിൻ്റനൻസിന്, തൊഴുത്ത് മെയിൻ്റനൻസിന്. വർഷത്തിൽ ക്ഷീരഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50,000 രൂപ ബയോഗ്യാസിന് എനിക്ക് ലഭിച്ചു. ഗ്രാമം പദ്ധതി ചാത്തന്നൂർ ക്ഷീരവികസന യൂണിറ്റിൽ നിന്ന് സബ്സിഡിയായി 25,000 രൂപ കൈപ്പറ്റുകയും ഇപ്പോൾ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ക്ഷീരവികസന വകുപ്പിൻ്റെ ക്ഷീരഗ്രാമ പദ്ധതിയിൽ ബയോഗ്യാസിന് 50,000 സബ്സിഡി എനിക്ക് ലഭിച്ചു. ക്ഷീരവികസന വകുപ്പിൻ്റെ 2022-23 ക്ഷീരഗ്രാമം പദ്ധതി പ്രകാരം എനിക്ക് ഫാനും റബ്ബർ മാറ്റും മേടിക്കുന്നതിനായി 5,000 രൂപ ധനസഹായം കിട്ടി. ക്ഷീരഗ്രാമം പദ്ധതി ഉൾപ്പെടുത്തി എനിക്ക് മാറ്റ്, അർബാന, ഫാൻ ഇത് 5,000 രൂപ സബ്സിഡിയോടുകൂടി എനിക്ക് അനുവദിച്ചിരുന്നു. എൻ്റെ പേര് ആശ, ശ്രീധര നിലയം, പുലൂർക്കോണം PO, കല്ലുവാതുക്കൽ. എനിക്ക് 2022-23 വർഷത്തിലെ ക്ഷീരവികസന വകുപ്പ് യൂണിറ്റിൻ്റെ കറവയന്ത്രത്തിനുള്ള സഹായനിധിയായ 30,000 രൂപ ലഭിച്ചു.
എൻ്റെ പേര് മുരളീധര കുറുപ്പെന്നാണ്. എനിക്ക് ഈ മിൽക്ക് മിഷൻ 2022-23 കിട്ടിയത്. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, അത് ഉപയോഗിക്കുന്നു. രണ്ടായിരത്തി 22-23 ക്ഷീര വികസന വകുപ്പിൻ്റെ ഗ്രാമ പദ്ധതി പ്രകാരം മിൽക്ക് മിഷൻ മേടിക്കാൻ 30,000 രൂപ സബ്സിഡി കിട്ടി.